ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബെൻസി. നമുക്ക് ഇന്ത്യയിലുള്ളവർക്കൊക്കെ അറിയാം, ഇപ്പോൾ തണുപ്പ് തുടങ്ങി. അതിൻ്റേതായ ഓരോ പ്രശ്നങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ കാലാവസ്ഥ മാറുമ്പോൾ കൈകളിലും കാലുകളിലും ഒക്കെ കാണുന്ന മൊരി അല്ലെങ്കിൽ മൊരിച്ചിൽ, വെളുത്ത പൂപ്പലൊക്കെ എങ്ങനെ മാറ്റാം, അതിനുപയോഗിക്കേണ്ട സോപ്പ്, ക്രീം ഇവയൊക്കെ എങ്ങനെയുള്ളതാകണം എന്നതിനെക്കുറിച്ചാണ്. ഇത് ഇന്ത്യയിലുള്ളവർക്ക് മാത്രമല്ല, വിദേശത്തുള്ളവർക്കും തണുപ്പ് സമയത്ത് ഉപകാരപ്പെടുന്നതാണ്. കാലാവസ്ഥ മാറുമ്പോഴും അല്ലെങ്കിൽ വരണ്ട ചർമ്മം ഉള്ളവരിലുമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായും കാണുന്നത്. ഞാൻ ഈ പറയുന്നത് ഈ തണുപ്പ് കാലത്ത് മാത്രമല്ല, അല്ലാത്ത സീസണിലും പലർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കും ഇത് ഫോളോ ചെയ്യാം. അതായത് നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാം. ശരീരത്തിൽ മൊരി അല്ലെങ്കിൽ മൊരിച്ചിൽ, വെളുത്ത പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും എന്തെങ്കിലും എണ്ണയോ ബേബി ഓയിലോ ലിക്വിഡ് ടൈപ്പ് ബോഡി ലോഷനോ ഒക്കെ പുരട്ടുക. അതുപോലെ കുളിക്കുന്നതിന് മുമ്പ് ശരീരം മുഴുവൻ എണ്ണ തേച്ച ശേഷം കുളിക്കുക. എള്ളെണ്ണ, കടുകെണ്ണ, ഒലിവെണ്ണ, വെളിച്ചെണ്ണ ഇവയൊക്കെ ഉപയോഗിക്കാം. 10-20 മിനിറ്റ് കഴിഞ്ഞ് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഒത്തിരി ചൂടുള്ള വെള്ളം വേണ്ട, ഇളം ചൂട് മതി. ഇനി എണ്ണ തേക്കാതെ കുളിക്കുന്നുവെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിൽ 3-4 തുള്ളി ഒലിവ് ഓയിൽ ഒഴിച്ച് കുളിക്കുക. ധാരാളം വെള്ളം കുടിക്കുക, അത് മസ്റ്റാണ്. ഇനി ഞാൻ ടിപ്പ് തരാം. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ക്രബാണിത്. കുറച്ച് തേനും പഞ്ചസാരയും നല്ലതുപോലെ യോജിപ്പിക്കുക. എന്നിട്ട് ഈ സ്ക്രബ് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണോ ഈ വെളുത്ത പൂപ്പൽ അല്ലെങ്കിൽ ഈ മൊരിയുള്ളത് അവിടെ പുരട്ടി കുറച്ച് സമയം മസാജ് ചെയ്യുക. അതിനുശേഷം സാദാ വെള്ളത്തിൽ വാഷ് ചെയ്യുക. ഇത് ഡെയിലി ചെയ്യാം. കുറച്ച് നാരങ്ങ നീരും കുറച്ച് ഗ്ലിസറിനും സമം എടുത്ത് മിക്സ് ചെയ്ത് കയ്യിലും കാലിലും ഈ പൂപ്പലുള്ളിടത്തൊക്കെ പുരട്ടാം. ഇത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഉപയോഗിക്കാം. ആദ്യം അല്പം കൊഴുപ്പ് പോലൊക്കെ തോന്നും, പക്ഷേ അല്പസമയം കഴിയുമ്പോൾ ഇത് ശരീരത്തിൽ പിടിച്ചോളും, കഴുകിക്കളയണ്ട. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കുമായി ഞാൻ പറയുന്നു, നിങ്ങൾ ബോഡി ലോഷനോ മോയ്സ്ചറൈസർ ക്രീമോ സാധാ ക്രീമോ ഒക്കെ വാങ്ങുമ്പോൾ ഇൻഗ്രീഡിയൻസിൽ ഗ്ലിസറിൻ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓയിൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ക്രീം വാങ്ങുക. ഈ ഓയിൽ എന്ന് പറയുമ്പോൾ അവക്കഡോ ഓയിൽ, ആൽമണ്ട് ഓയിൽ, മിനറൽ ഓയിൽ, അങ്ങനെ പല രീതിയിലുള്ള ഓയിൽസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഓയിൽ അതിൽ ഇൻഗ്രീഡിയൻസിൽ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, അതും ഈ സീസണിൽ ഗ്ലിസറിൻ ഉള്ളത് നോക്കി വാങ്ങുക. എൻ്റെ അറിവിൽ ഡവ് സോപ്പ്, ഡോയ് സോപ്പ്, ഇത് രണ്ടിലും ഗ്ലിസറിൻ ഉണ്ട്. തണുപ്പ് സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നത് ഈ 2 സോപ്പുകളാണ്. വേറെ ഏതെങ്കിലും ഗ്ലിസറിൻ ഉള്ള സോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിയെടുക്കുക. ഞാൻ പറഞ്ഞു എന്ന് കരുതി ഡവ് ഓർ ഡോയ് എടുക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കാൻ മറക്കരുത്. കാരണം ഈ ബ്രാൻഡിൽ തന്നെ ഗ്ലിസറിൻ ഇല്ലാത്തത് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നോക്കി വേണം എടുക്കാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ മറ്റ് വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട വീഡിയോകൾ നിങ്ങൾ നിങ്ങളുടെ ആഡിൽ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. വീണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും, സെർച്ച് ചെയ്യേണ്ടി വരില്ല. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരാം. ടിൽ ദെൻ ബൈ, ഹാവ് എ ബ്ലെസ്സഡ് ഡേ.